വേളയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ദേവാലയത്തിലായിരിക്കാൻ എല്ലാവിധമായ നന്മകൾ നൽകിയ ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കട്ടെ. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഭാജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ പിന്നിലും എപ്പോഴും അവനുണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഘടകമാണ് അവൻ എപ്പോഴും പ്രചോദനം നൽകുന്നതായിട്ടുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവൻ എപ്പോഴും നൽകുന്നതായിട്ടുള്ള അപ്രീസിയേഷൻ എന്നത്. അത്തരത്തിൽ നാഗപുരം സഭ കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന കരുതലും പിന്താങ്ങലും അതിനോടൊപ്പം തന്നെ പ്രചോദനത്തിലൂടെയും അനുമോദനങ്ങളിലൂടെയും വളർന്നു വരുന്ന തലമുറ അനേകം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ നാളുകളിൽ അതിനെ അഭിനന്ദിക്കുക എന്നത് എന്തുകൊണ്ടും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഈ 2025 അധ്യയന വർഷം അല്ലെങ്കിൽ നമ്മുടെ സഭാദിന ആഘോഷവേളയിൽ 62 കുഞ്ഞുങ്ങൾ അനുമോദനത്തിന് അർഹരായിട്ടുണ്ട്. അത് വിവിധ മേഖലകളിലാണ്. സൺഡേ സ്കൂൾ എക്സാമിനേഷൻ, സ്കൂൾ അക്കാഡമിക് ഇയർ SSLC +2, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ, മറ്റ് പലവിധമായിട്ടുള്ള അംഗീകാരങ്ങൾ നേടിയത്, സർക്കാർ ജോലിയിൽ ഈ വർഷം പ്രവേശിച്ചത്, ഇങ്ങനെ വിവിധ നിലകളിലാണ് അനുമോദനത്തിന് അർഹരായിരിക്കുന്നത്. ഞാൻ ഓരോ കുഞ്ഞുങ്ങളുടെ പേര് വായിച്ച് അവരുടേതായിട്ടുള്ള അംഗീകാരത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് അവർ മുന്നോട്ട് വന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനുമോദനത്തിന് അർഹരായവരെ അവരെ അനുമോദിക്കുവാനായി കടന്നു നമ്മുടെ നമ്പ്യാരി സഭയിലെ ഈ നാളുകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന റവറൻഡ് ഫാദർ ഫ്രെഡി ജോയ് ഫാദറിന്റെ കയ്യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി നിങ്ങൾക്കായി നമ്മുടെ സഭയുടെ അത്താഴത്തിന് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ നിങ്ങളുടെ നിർദ്ദേശിക്കുന്നതായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാനായിട്ട് ആദ്യമേ അറിയിക്കുന്നു. ആദ്യം ഞാൻ അനൗൺസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് അവാർഡുകളുണ്ട്. ആ അവാർഡാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അവാർഡ് തുക നിങ്ങൾ ആദ്യം അച്ഛനിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. ജോർജ് മേഴ്സി മെമ്മോറിയൽ ഫണ്ട് SSLCക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്നു. 2024-25 അധ്യയന വർഷം SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അവാർഡിന് അർഹരായ 2 വ്യക്തികളുണ്ട്. ഒന്ന് ആർദ്ര വി ബെൻ, പ്ലിറോമ ഭവൻ, പിതാവ് ബെൻ റജി, മാതാവ് വിനീത റജി. അഹന ജിയെ മിനി മല്ലിക, പിതാവ് ഗോഹിൻ കുമാർ, മാതാവ് അനുജ ഗോഹിൻ. ശ്രീമതി ഡോർദ ടീച്ചർ വചനപ്രഭ പുരസ്കാരം സൺഡേ സ്കൂൾ മഹായിടവക എക്സാമിനേഷനിൽ സീനിയർ ഗ്രേഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിട്ടുള്ള പുരസ്കാരം. ഈ പുരസ്കാരത്തിന് 2024-25 അധ്യയന വർഷത്തിൽ അർഹരായിരിക്കുന്നത് ബിനീഷ് PS കല്ലുവിള, പിതാവ് സുനിൽകുമാർ, മാതാവ് പ്രമി, നൗലിൻ ജേക്കബ് യൂത്ത് കോട്ടേജ്, പിതാവ് സുബിൻ ജേക്കബ്, മാതാവ് ദിവ്യ സുബിൻ. ശ്രീ ഇബനീസർ ആൻഡ് ശ്രീമതി കമലം എൻഡോമെന്റ് ഫണ്ട് സ്ത്രീജന സഖ്യത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് ഈ അവാർഡിന് പരിഗണിക്കുന്ന സമയത്ത് 50% ഹാജർ ഉണ്ടായിരിക്കുകയും ഒരു തവണ അംഗീകാരത്തിന് അർഹരായ വ്യക്തി വീണ്ടും പരിഗണിക്കുന്നതല്ല. അപ്രകാരം ഇപ്രാവശ്യത്തെ എൻഡോമെന്റ് ഫണ്ടിന് അർഹരായിരിക്കുന്നത് ശ്രീമതി രമണി അങ്കോൽക്കാർ. ാമത് സഭാദിനാഘോഷത്തില് പ്രത്യേക അനുമോദനത്തിന് അർഹരായവരുടെ പേരുകൾ വായിക്കുന്നു. 2024 വർഷം സൺഡേ സ്കൂൾ മഹായിടവക പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നഴ്സറി ഗ്രേഡ് ഐസ എൽസ ജോബി 100 മാർക്ക് കരസ്ഥമാക്കി. പിതാവ് ജോബി, മാതാവ് ഡോക്ടർ നീതു. പ്രണവ് പിയ റോസ്റ്റിലെ പിതാവ് പ്രദീപ്, മാതാവ് റാണി എന്നിവരുടെ മകൻ. പ്രണവ് പിയ, അനിൽ ജി അനീഷ്, ഏഞ്ചൽ പാലസിൽ പിതാവ് അനീഷ്, മാതാവ് ജോബിക ഗോപൻ എന്നിവരുടെ മകൻ. ശിശുവകുപ്പ് ഗ്രേഡിൽ 100 മാർക്ക് കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾ അൽനാൻ എസ് ഏണസ്റ്റ്, അനീന കോട്ടേജിൽ പിതാവ് ഏണസ്റ്റ്, മാതാവ് ഷെറീല ഏണസ്റ്റ് എന്നിവരുടെ മകൾ.
പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ആര് വന്നാൽ ഈ സംഘങ്ങൾ കൂടെ വന്നാൽ ഇവിടെ എത്താൻ കുറച്ച് സമയം ഇതിനുള്ള അനുമോദനങ്ങൾ വേദി പ്രവർത്തനം. അനുഗ്രഹ എസ് കുട്ടവിള, പിതാവ് അജിത് രാജ്, മാതാവ് അനില ദാസ്. അഭയ ആർ കെ കുഴിഞ്ഞവിള, പിതാവ് രവി, മാതാവ് കലാറാണി എന്നിവരുടെ മകൾ. അപാനബി ബെൻ, പ്ലിറോമ ഭവനിൽ പിതാവ് ബെൻ റജി, മാതാവ് വിനീത റജി. പ്രൈമറി ഗ്രേഡിൽ 100 മാർക്ക് കരസ്ഥമാക്കിയവർ ഇവാൻ എസ് ജിജി, ജിജി ഭവനിൽ ജിജി മോഹൻ, സുഗതാജി എന്നിവരുടെ മകൻ. ആൻഡ്രിയ പി എസ് പാറ്റുവിള, പിതാവ് പ്രദീപ് ദാസ്, മാതാവ് സൗമ്യ. റിയ റോസ്, റോസ്വിലയിൽ പിതാവ് പ്രദീപ്, മാതാവ് റാണി. ഷിനു എസ് ഷൈജു, പിതാവ് ഷൈജു, മാതാവ് ഷിനി. നിയ കെ രാജേഷ്, നിയ കോട്ടേജ്, പിതാവ് രാജേഷ്, മാതാവ് ആൻസി. ആരോ എസ് ഷിജു കുട്ടവിള, പിതാവ് ഷിജു, മാതാവ് ഷിജി. ജോയൽ ജേക്കബ് രൂത്ത് കോട്ടേജ്, പിതാവ് സുബിൻ ജേക്കബ്, മാതാവ് ദിവ്യ സുബിൻ. സബ് ജൂനിയർ ഗ്രേഡിൽ 100 മാർക്ക് കരസ്ഥമാക്കിയത് ബെനു എസ് ജിബിൻ, ബെഥേൽ ഭവൻ, പിതാവ് ജിബിൻ, മാതാവ് ഷെർലി ജിബിൻ. അഭിനവ് ആർ ഷെറി, ഷെറി കോട്ടേജ്, പിതാവ് ഷെറിലാൽ, മാതാവ് റീന ഷെറി. അഭിന എസ് എസ് കല്ലമ്പുറ്റ, പിതാവ് സജികുമാർ, മാതാവ് ഷീല. ക്രിസ്റ്റീന ആർ പ്രവീൺ, പ്രവീൺ ഭവൻ, പിതാവ് പ്രവീൺ, മാതാവ് രമ്യ. അലിഗ്ര കുട്ടവിള, പിതാവ് അജിത് രാജ്, മാതാവ് അനില ദാസ്. മഹായിടവക എഴുത്തു പരീക്ഷയിൽ 90 കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾ. ജൂനിയർ ഗ്രേഡ് അക്ഷയ ബി അനു 98 മാർക്ക് കരസ്ഥമാക്കി. വിനീത ഭവനിൽ പിതാവ് അനു, മാതാവ് വിനിത. ഹർഷ എ ബി കുട്ടവിള 190 മാർക്ക് കരസ്ഥമാക്കി. പിതാവ് അനിൽ രാജ്, മാതാവ് ബിജി. ഗ്രാജുവേഷൻ ഗ്രേഡ് നേഹ ഷാരോ 90 മാർക്ക് കരസ്ഥമാക്കി. ഷാരോ കാസിൽ, പിതാവ് സാജൻ ജോസഫ്, മാതാവ് സ്മിത സാജൻ. അഡൽറ്റ് ഗ്രേഡ് നവ്യ പ്രസാദ് 94 മാർക്ക് കരസ്ഥമാക്കി. പാരഡൈസിൽ പിതാവ് പ്രസാദ്, മാതാവ് അനിത. സൂപ്പർ അഡൽറ്റ് ഗ്രേഡിൽ 194 മാർക്ക് കരസ്ഥമാക്കി. സവിത സുഭാഷ്, ഭർത്താവ് സുഭാഷ്. അഭിന ആശരി സൺഡേ സ്കൂൾ എക്സാമിനേഷനിൽ 100 മാർക്ക് കരസ്ഥമാക്കി. 2024-25 അധ്യയന വർഷത്തിൽ NSS സ്കോളർഷിപ്പിന് അർഹയായി. അനഘ പി എസ്, പ്രദീപ് ദാസ്, സൗമ്യ എന്നിവരുടെ മകൾ 2024-25 അധ്യയന വർഷത്തിൽ USS സ്കോളർഷിപ്പിന് അർഹയായി. സന ജോസഫ് 2025-26 അധ്യയന വർഷത്തിൽ ICSE കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റിൽ 600 മീറ്റർ റണ്ണിംഗ് റേസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ വർഷത്തെ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കി, ഫുൾ A+ഓടെ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നവർ ആർദ്രവി ബെൻ, പ്ലിറോമ ഭവൻ, പിതാവ് ബെൻ റജി, മാതാവ് വിനീത റജി. അഹന ജിയെ മിനി മന്ദിരം, പിതാവ് ഗോഹിൽ കുമാർ, മാതാവ് അനുജ ഗോഹിൽ. SSLC പരീക്ഷയിൽ 60% മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയവർ ബിനീഷ് PS കലുല, പിതാവ് സുനിൽ കുമാർ, മാതാവ് പ്രിനി. അനീന S ഏണസ്, അനീന കോട്ടേജ്, പിതാവ് ഏണസ്, മാതാവ് ഷെറീല ഏണസ്. അനിൽ SR തേജസ് ഭവനിൽ പിതാവ് സുരേന്ദ്രൻ,
പുളിയവിള, പിതാവ് അനിൽ, മാതാവ് സജിത. കാഞ്ചന കൃഷ്ണ കമ്പളിറ്റുള്ള, പിതാവ് മോഹനൻ. അഖിലസ മുതുകുപ്ലാവില, പിതാവ് ഷിബു, മാതാവ് രമ്യ. അസ്ന VS SV നിവാസ്, പിതാവ് സജീവ് ദാസ്, മാതാവ് ബിനിത. ആശിൻ ഷിബു, പിതാവ് ഷിബു, മാതാവ് വിമല. ശത്രുഘ് ജെറുസൽ MG മന്ദിരം ICSE 10th എക്സാമിൽ 60% മുകളിൽ മാർക്ക് കരസ്ഥമാക്കി. +2 പരീക്ഷയിൽ 60% മാർക്കിൽ കൂടുതൽ വാങ്ങിയവരുടെ പേരിൽ പറയുന്നു. ഈ വർഷത്തെ +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് വർഷായതി കുട്ടവിള. കൂടാതെ ഖേലോ ഇന്ത്യ ഗെയിംസിൽ ബാസ്കറ്റ്ബോളിൽ പങ്കാളിയാകാൻ സാധിച്ചു. ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അംഗമാവുകയും ചെയ്തു. വർഷായതി കുട്ടവിള, പിതാവ് അനിൽരാജ്, മാതാവ് ബിജി. ആൽബിൻ BS കന്നിപ്ലാന്തട്ട്, പിതാവ് ബിനു, മാതാവ് സതി. ബ്രിജിത BS നാരകനില, പിതാവ് ബിജു, മാതാവ് സന്ധ്യ. അശ്വിൻ AS പോൾ നിവാസ്, പിതാവ് അനിൽരാജ്, മാതാവ് ഷീബ. ലക്ഷ്മി SL, പിതാവ് സജിത്, മാതാവ് ലീന സജിത്. അഭിയ VS SV നിവാസ്, പിതാവ് സജീവ് ദാസ്, മാതാവ് വിനിത. CBSE 12th ഉന്നത വിജയം കരസ്ഥമാക്കിയവർ ആഷിഖ് SAG ആഷ് പാലസ്, പിതാവ് അജീവി സലം. ഈ നാളുകളിൽ നാഗപുരം സഭാ സെക്രട്ടറി, മാതാവ് ഷെർലി അജി. ജിജിത് S ജോയ് 2025 വർഷം IT പാസ്സായി, പിതാവ് ജോയ്, മാതാവ് ഷീല ജോയ്. ആർത്തോ ബെൻ ബ്ലെസ്സിംഗ് BSc കെമിസ്ട്രി എക്സാം കേരള യൂണിവേഴ്സിറ്റി A ഗ്രേഡോടുകൂടെ പാസ്സായി. സെൻട്രൽ സ്കൂൾ ഗ്രാജുവേഷൻ ഗ്രേഡിൽ 193 മാർക്ക് കരസ്ഥമാക്കി. ജീന S ജോയ് MSc കെമിസ്ട്രി പാസ്സായി. അതോടൊപ്പം സെൻട്രൽ സ്കൂൾ എക്സാമിനേഷനിൽ അഡൽട്ട് ഗ്രേഡിൽ 98 മാർക്ക് കരസ്ഥമാക്കി. ഡോക്ടർ അബിത പ്രശാന്ത് ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ എക്കണോമിക്സിൽ PhD കരസ്ഥമാക്കി. കൂടാതെ സൂപ്പർ അഡൽട്ട് ഗ്രേഡിൽ സെൻട്രൽ സ്കൂൾ എക്സാമിനേഷനിൽ 194 മാർക്ക് കരസ്ഥമാക്കി. ഡോക്ടർ അബിത പ്രശാന്ത്, ഭർത്താവ് പ്രശാന്ത്, മകൻ എൽവിൻ പ്രശാന്ത്. ലഫ്റ്റനന്റ് ഡോക്ടർ ജിജേഷ് ഷൈജു ഫാക്കൽറ്റി ഓഫ് LLB പാസ്സായി. വൈഫ് സവിത ഷൈജു, മക്കൾ ശത്രുഘ് ജെറുസൽ, സന ജെറുസൽ. മിസസ് സവിത ഷൈജു 2025 വർഷം ബെസ്റ്റ് ഇ പോസ്റ്റർ അവാർഡിന് അർഹയായി. സവിത ഷൈജു, ഭർത്താവ് ലഫ്റ്റനന്റ് ഡോക്ടർ ജിജേഷ് ഷൈജു, മക്കൾ ശത്രുഘ് ജെറുസൽ, സന ജെറുസൽ. അനഘ സുരേഷ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ സംസ്കൃത പദ്യപാരായണം 1ാം സ്ഥാനം, തമിഴ് പദ്യപാരായണം 3ാം സ്ഥാനം കരസ്ഥമാക്കി. പാക്സ് പാലസിൽ സുരേഷ് ബാബു, ഷീജ എന്നിവരുടെ മകൾ. ആഗമി AS AVS ഭവൻ 2025 അധ്യയന വർഷം DL.ED പാസ്സായി. പിതാ അനിൽ V സന, മാതാവ് സ്മിത അനിൽ. അരോമ SGG സൺഡേ സ്കൂൾ എക്സാമിനേഷനിൽ 94 മാർക്ക് കരസ്ഥമാക്കി. 2025 വർഷം കളിര സ്കോളർഷിപ്പ്, മയിൽപീര് സ്കോളർഷിപ്പിന് അർഹയായി. സുബിൻ ജേക്കബ് യൂത്ത് കോട്ടേജ്
He is elected as a Central Institute of Educational Technology National Resource Group മെമ്പറായി 2025 സെലക്ട് ചെയ്യപ്പെട്ടു. ഭാര്യ ദിവ്യ സുബിൻ, മക്കൾ നൗയബ് ജേക്കബ് ആൻഡ് ജോയബ് ജേക്കബ്. 2025 വർഷത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് നിശാന്ത് SD കാരുണ്യ KSF ജൂനിയർ അസിസ്റ്റന്റായി ഈ നാളുകളിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഭാര്യ അതുല്യ, പിതാവ് ഷിബു ഈ നാളുകളിൽ നാഗപുരം സഭയുടെ വെൽഫെയർ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്നു. മാതാവ് ദീപ ഷിബു. അഞ്ജന മോഹൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ഈ നാളുകളിൽ ജോലി പ്രവേശിപ്പിക്കാൻ സാധിച്ചു. ഹസ്ബൻഡ് രജിത്, മക്കൾ അനയ ആൻഡ് അമയ. റോയ് വൈബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ജോലിയിൽ പ്രവേശിച്ചു. പിതാവ് യേശുദാസ്, മാതാവ് വിജയകുമാരി. ലിറ്റിൽ ഫ്ലവർ കൊച്ചമ്മ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ നാളുകൾ ജോലിയിൽ പ്രവേശിച്ചു. ഭർത്താവ് റവറൻ അനീഷ് വർഗീസ്. സിബിജ ഈ വർഷം SBI ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. ഭർത്താവ് അരുൺ, ബ്രദർ സിബി. ബിബിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ പ്രവേശിച്ചു. പിതാവ് മധുകുമാർ, മാതാവ് ശൈലജ. അഞ്ജു MS മന്ദിര വാട്ടർ അതോറിറ്റിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പിതാവ് ശശി MS, മാതാവ് ജയകുമാരി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 3 പേരുണ്ട്. അവരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പ്രസംഗം. ഡോക്ടർ അമിത കൃഷ്ണ, ജന, ഡോക്ടർ ഷൈജു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ഇവിടെ ഇന്ന് ഈ സഭാവാർഷിക ദിനത്തിൽ ഒരു അനുമോദനത്തിനാക്കിയാക്കിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ദൈവമാണ് എല്ലാ കൃപകളും എനിക്ക് നൽകിയത്. കുഞ്ഞുനാൾ മുതൽ എൻ്റെ വിദ്യാഭ്യാസത്തിലായാലും മറ്റ് സാമൂഹ്യ ബന്ധത്തിലായാലും എല്ലാത്തിലും എനിക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാൻ ദൈവം സഹായിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കാണ് അടുത്ത് നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എൻ്റെ പിതാവ് ഹെൻറി അസ്റ്റിനാണ്. പപ്പ എന്നെ ഒത്തിരി സ്നേഹത്തോടെ ബൈബിൾ അടിസ്ഥാനത്തിലാണ് എനിക്കൊരു സഹോദരനാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത്. എൻ്റെ അമ്മയും പപ്പയും സൺഡേ സ്കൂൾ അധ്യാപകരാണ്. അതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ രാവിലെയും രാത്രിയും കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വ്യക്തിപരമായിട്ടുള്ള ബൈബിൾ പാലന, അതേപോലെ ധ്യാനം, പ്രാർത്ഥന എന്ന് കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ അഭ്യസിപ്പിച്ചിരുന്നു. അതേപോലെ നീണ്ട അവധി ദിവസം കിട്ടുന്ന വേളകൾ, അതായത് സ്കൂൾ അവധി കിട്ടുമല്ലോ 2-3 മാസമൊക്കെ, ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ കളിക്കുന്നതിനെക്കാട്ടിലും പപ്പ പ്രാധാന്യം നൽകിയിരുന്നത് ഒരു ബുക്കോ അല്ലെങ്കിൽ കുറേ പേപ്പറൊക്കെ ഞങ്ങൾക്ക് വാങ്ങി നൽകിയിട്ട് ബൈബിൾ
ജേർണലിസത്തിലോട്ട് എത്തിയപ്പോൾ ഒരു ഓഫീസ് വർക്കുന്നതിനെക്കാട്ടിലുപരി ഞാൻ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചിരുന്നത് പറഞ്ഞാൽ ഒരു അധ്യാപിക ആവണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ ഒരു BA കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം സഹായിച്ചിട്ട് BA MA റാങ്കോടായിരുന്നു ഞാൻ പാസ്സായത്. അത് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പറയുകയാണ്, ദൈവം എന്നെ അതിന് പ്രാപ്തിയാക്കി. ഞാൻ ഇപ്പോൾ ഡോക്ടറേറ്റ് ഞാൻ ആക്കിയായിരുന്നു. അതിനെക്കാട്ടിലും ഞാൻ വിലമതിക്കുന്നത് സൺഡേ സ്കൂൾ പരീക്ഷയിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഉന്നത വിജയതാണ്. കാരണം ഈ സൺഡേ സ്കൂൾ പാഠങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ എക്സാം വന്നാലും സെമസ്റ്റർ എക്സാം വന്നാലും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഡേറ്റ കളക്ഷനിലും അനാലിസിസിലൊക്കെ ഒരുപാട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിന്ന് പോയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. കൂടെ ഉള്ളവരൊക്കെ ദൂരെയൊക്കെ പോയി അതിൻ്റെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പയ്ക്കൊക്കെ എന്നെ ദൂരെ വിടാൻ പേടിയാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ സ്വയമേ തന്നെ ഓൺലൈനായിട്ടും അല്ലാതെ അടുത്തുള്ള കോളേജുകളിലും ലൈബ്രറിയിലൊക്കെ പോയാണ് ഞാൻ പഠിച്ചിരുന്നതൊക്കെ. ഇപ്പോൾ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവാതെ വരുമ്പോൾ പപ്പയും അമ്മയും പറഞ്ഞത് ഒരേ വഴിയാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ ചെയ്യുന്നത് പോലും. പ്രാർത്ഥിക്കുക, അതായത് ബൈബിൾ വായിച്ച് ഉടനെ എവിടെയാണ് ഞാൻ ആയിരിക്കുന്നത് അവിടെ മുട്ടൂതിക്കാൻ പ്രാർത്ഥിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ ഇത്രയും എളുപ്പമായിരുന്നു ഇതെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് ദൈവത്തിന്റെ വചനങ്ങൾ എന്നെ ശക്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എത്തുന്ന മറ്റു കുഞ്ഞുങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതമായിരിക്കണം നമുക്കിപ്പോൾ പഠനത്തിലായാലും എന്ത് ജീവിതത്തിൽ മറ്റു കുടുംബ ജീവിതത്തിലായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ചെയ്യേണ്ട ഒരേ കാര്യം ആരോടും പറയണ്ട, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുക. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ പപ്പ പറയുമ്പോഴും നമ്മൾ ആൾക്കാരിൽ കയറി എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രാർത്ഥിച്ചിട്ട് നിന്നെ തന്നെ താഴ്ത്തിയിട്ട് വേണം എപ്പോഴും പോകാനുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും വന്നത് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ്. എനിക്ക് ഇപ്പോഴും നിൽക്കുമ്പോഴും എത്ര പ്രാവശ്യം വയ്ക്കുന്ന മുമ്പിൽ എന്നാലും പേടിയാണ് സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷേ ദൈവം എന്നെ ശക്തീകരിച്ചു, ഇത്രത്തോളം എന്നെ പറയാൻ ബലപ്പെടുത്തി. ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ എനിക്ക് ദൈവം നൽകി. എൻ്റെ പപ്പയും അമ്മയുടെ അവിടെ നിന്ന് രാവിലെ സമയത്ത് നിന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവണം, എൻ്റെ വേണ്ടകളിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു ഭർത്താവിനാണ് എനിക്ക് നൽകിയത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് ഇപ്പോൾ ഇവിടെ സസ്യമറ്റിലുണ്ട്, ആത്മീയമായിട്ട് ഒരുപാട് പ്രവർത്തനത്തിലായിരിക്കുന്നു. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കുടുംബമായിട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചേരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും എല്ലാ കുഞ്ഞുങ്ങളും ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പരാതി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. വേറെ ആരോട് പറയണം, മാതാപിതാക്കളോട് പറയേണ്ട ആവശ്യം പോലുമില്ല, എല്ലാം ദൈവം നടത്തിത്തരും. അങ്ങനെ ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ട് ക്രിസ്തീയ ഭാവത്തിലുള്ള ഒരു ജീവിതം ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സത്യം പറ്റിയോടും ഈ സഭയോടും എനിക്ക് നൽകിയ അനുഭവത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മെ അവരെ സമർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുമോദനത്തിന് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് SSLCയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസ്ന VS വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം മുന്നോട്ട് വരണം. വന്നിട്ട് ഫാദറിൽ നിന്ന് മെമ്പർ സ്വീകരിക്കേണ്ടതാണ്. അസ്ന VS. കാരണം 2022 അവസാനമാണ് ഞാൻ എഴുതിയിരിക്കുന്ന ടെസ്റ്റിന്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ആക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 42ാമതായി നമുക്ക് ആദ്യത്തെ വർഷം കഴിയുന്നു, രണ്ടാമത്തെ വർഷം കഴിയുന്നു, പ്രതീക്ഷയോടെ മാത്രം കാത്തിരിക്കുന്നു. എന്നാൽ നമ്മൾ വിചാരിച്ച പോലത്തെ നിയമനം നടക്കുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ വർഷമാകുന്നു. മൂന്നാമത്തെ വർഷം വോട്ടേഴ്സിന്റെ ഇടപെടൽ കാരണം കുറച്ച് നിയമനം നടന്നു. അതിൽ എനിക്ക് തൊട്ട് മുൻപ് ഒരു അഡ്വൈസ് പോയി. എന്നാൽ എൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ എനിക്ക് കയറാൻ നിലവിൽ വേക്കൻസി ഇല്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് എനിക്ക് മുന്നേ ഉള്ളവർ വരെ കയറിപ്പോയത്. അപ്പോൾ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കുന്നത് കിട്ടും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവാൻ 2 ദിവസത്തിന് മുമ്പേ ലിസ്റ്റിലുള്ള ഒരു ചേച്ചി വിളിക്കുന്നു, ഇവിടെ ഒരു വാക്കൻസി ഉണ്ട്, അതിന് ഇന്ന് തന്നെ DHSൽ DMO റിപ്പോർട്ടാക്കിയാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവരെന്ത് ചെയ്ത് തരുമെന്നും അറിയില്ല. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മ തന്നെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് അതെവിടെ പോയാലും അങ്ങനെ തന്നെയാണ് അമ്മ ചെയ്യുന്നത്. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വരും. ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഏർപ്പെടുത്തിയാണ് വളർത്തിയത്.
ചികിത്സയുടെ റിപ്പോർട്ടായി ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ കേസ് വന്നു. 2.5 മാസം കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെന്റ് ഓർഡർ വന്നു. ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ട് 6 മാസം കഴിയുന്നു. ദൈവം ഇതുവരെ നിർത്തി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അത്രയേ ഉള്ളൂ. ദൈവത്തിൽ അടിസ്ഥാന വ്യക്തിയ നമ്മളൊരു 50% കിട്ടാതെ ബാക്കി 50 ദൈവം ചെയ്തോളൂ. എനിക്ക് അത്ര നിങ്ങൾക്ക് പറയാനുള്ളൂ. ദൈവം നമ്മുടെ ഏതെങ്കിലും സമൃദ്ധി അനുഭവിക്കുമാറാണ്. ദൈവത്തിൻ്റെ മഹത്വം. 95ാമത് സഭാദിനത്തിൽ ശരിക്കും അനുമോദന പ്രസംഗം എന്നതൊരു സാക്ഷ്യമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുമോദന മറുപടി പ്രസംഗം. അപ്പോൾ ഈ 95ാമത് സഭാദിന ആഘോഷത്തിൻ്റെ നേതൃത്വം നൽകുന്ന വൈദിക ജോൺസൺ പ്രിയമുള്ളവരെ സഭാജനങ്ങളെ, ഈ ദിനത്തിൽ ശരിക്കും അനുമോദനത്തിന് അർഹനാവുക, ഭാര്യയും മക്കളോടൊപ്പം ഒരുമിച്ച് കുടുംബമായി ഇതിന് അർഹനാവുക എന്ന ദൈവത്തിന് ആദ്യമായി ഞാൻ സ്തുതി അർപ്പിക്കുന്നു. എനിക്ക് നാഗപുരം സഭ തന്ന സാക്ഷ്യമാണ് വളരെ ചുരുങ്ങിയ സമയത്ത് 2-3 മിനിറ്റ് കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭ തന്ന ബാലജന സഖ്യത്തിലെ ബൈബിളിലെ സംഭവമാണ് എൻ്റെ ജീവിതത്തെ ഇന്നുവരെ നിലനിർത്തി എന്ന സാക്ഷ്യം. 4ാം ക്ലാസ് മുതൽ രാവിലെ എഴുന്നേറ്റ് 4 പാട്ട് പാടി വേദപുസ്തകം ഉൽപ്പത്തി മുതൽ മാർക്ക് ചെയ്ത് രാവിലെ ഒരു ഭാഗം, രാത്രി 2ാമത്തെ ഭാഗം ഇങ്ങനെ വായിച്ച് മുടങ്ങാതെ ഇന്ന് വരെ ജീവിതത്തിലെ എത്ര സന്തോഷ ദിവസമുണ്ടെങ്കിലും എത്ര ദുഃഖമേറിയ ദിവസത്തിലും ഈ 4 പാട്ട് പാടി വേദപുസ്തകം വായിച്ച് രാവിലെ എൻ്റെ ആവശ്യങ്ങൾ ചോദിച്ച് രാത്രി 4 പാട്ട് പാടി വേദപുസ്തകം വായിച്ച് ദൈവം തന്ന കൊച്ചു നന്മയ്ക്ക് സ്തോത്രം ചെയ്യാതെ ഉറങ്ങാത്ത എനിക്ക് നാഗപുരം സഭ തന്ന ഈ ശീലമാണ്. ഇതാരോട് പറഞ്ഞതല്ല. എനിക്ക് 4ാം ക്ലാസ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ശീലം അതെന്നെ ഇതുവരെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. ഞാനത് വായിക്കുമ്പോൾ ഈ വേദഭാഗങ്ങൾ എന്നോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാൻ നമ്മുടെ മുൻ ചർച്ച് സെക്രട്ടറി ശ്രീ ആർ ഡാനിയൽ സാർ മരിക്കുന്ന ദിവസം അന്ന് രാവിലെ ഞാൻ വായിച്ചു തുടങ്ങിയത് ദാനിയേലിന്റെ പുസ്തകമാണ്. സാർ മരിച്ച് 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് രാവിലെ ഞാൻ വായിച്ച വാക്യം ഇതാണ്: And Darius the Mede received the kingdom, being about 62 years old. മേദ്യനായ ദാരിയസ് രാജ്യത്വം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ വയസ്സ് 62. ഇത് വായിക്കുമ്പോൾ അന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു, ഡാനിയൽ സാറ് അവിടെ രാജ്യത്വം പ്രാപിച്ചത് ഈ ലോക രാജ്യത്വമാണെങ്കിലും ഡാനിയൽ സാറ് ദൈവിക രാജ്യത്വം പ്രാപിച്ചു എന്ന് ഈ വാക്യം എന്നോട് സംസാരിച്ചതായി എനിക്ക് മനസ്സിലായി. ഞാൻ ജീവിതത്തിൽ ഇത് വായിക്കുമ്പോൾ ഇതിന്റെ സാക്ഷ്യം ഞാൻ ജീവിതത്തിൽ വിവിധ അനുഭവത്തിലൂടെ ഞാൻ അറിഞ്ഞു എന്നത് ഞാൻ സഭയെ ബോധ്യപ്പെടുത്താനായി വന്നതാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഈ സാക്ഷ്യം സഭയോട് എന്തെങ്കിലും എനിക്ക് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് പറയണമെന്ന് തീരുമാനിക്കുമ്പോൾ ഈ അനുമോദന പ്രസംഗത്തിൽ തന്നെ അത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ വായിച്ചു കേട്ടപ്പോൾ മനസ്സിലായി, അനുമോദനത്തിന് അർഹരായവർ 62 പേർ ഉണ്ട്. ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഇതിനെ സ്നേഹിക്കുമ്പോൾ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ബുദ്ധിമുട്ടുമ്പോൾ ദൈവം ഇത് നമ്മളെ കൈപിടിച്ചുയർത്തും എന്നാണ് ഞാൻ പറയുന്നത്. 10-ലേറെ പ്രാവശ്യം മലയാളം ബൈബിള് വായിച്ചു, ഇംഗ്ലീഷ് ബൈബിൾ എപ്പോഴും ഞാൻ മാർക്ക് ചെയ്ത് കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഉയർത്തും. ഞാൻ വൈഫിന്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന അവളിപ്പോൾ ശ്രീശാ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറാണ്. അവിടെ PhD മേഖലകളിൽ ദൈവം ഒരു പാറ്റേൺ ദൈവം കൊടുത്തു. വിവിധ അവാർഡ്സ് കൊടുത്ത് നൽകി. മലേഷ്യയിലെ പ്രസന്റ് ചെയ്യാൻ ബെസ്റ്റ് പേപ്പർ അവാർഡ് അവർക്ക് ഈ വർഷം ദൈവം നൽകി. മോനെ 10th സ്റ്റാൻഡേർഡ് അഡ്മിഷന് വേണ്ടി അവർ ട്രിവാൻഡ്രം ലെവൽ സ്കൂളിൽ ചോദിച്ചപ്പോൾ അവിടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് അവരൊരു ടെമ്പററി കിട്ടും. അപ്പൊ അവനോട് ചോദിച്ചു, നിന്റെ എക്സ്പെക്ടഡ് മാർക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവനോട് ഞാൻ മോനെ നീ എക്സ്പെക്ടഡ് മാർക്ക് എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ചാച്ചാ 75 കിട്ടും. ഞാൻ 80 പറയണമെന്ന് പറഞ്ഞു. ദൈവം അവൻ 80 പറഞ്ഞു. സെക്കൻഡ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ 88.2% മാർക്കോടുകൂടെ അവിടെ പോയി ആ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യാൻ സഹായിച്ചു. മോള് ഓട്ട മത്സരത്തിന് സ്റ്റേറ്റിനെ ഫസ്റ്റ് ചന്ദ്ര സ്റ്റേഡിയത്തിൽ വെച്ച് ഫസ്റ്റിൽ വരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇതെല്ലാം ആർജിക്കുമ്പോൾ ഞാൻ മഹത്വപ്പെടുത്തുന്നത്, എനിക്ക് ഈ ശീലം തന്ന ഈ സഭയിലെ ബാലജന സഖ്യം സൺഡേ സ്കൂൾ, ഈ സഭയിലെ മുതിർന്ന സൺഡേ സ്കൂൾ അധ്യാപകർ, ഞാൻ എല്ലാവരെയും നന്ദിയോടെ ഈ സമയം ഓർമ്മിക്കുന്നു.
എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, എന്നെ ഇന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട്, എല്ലാ പുതുപ്പുത്തന്റെ സഭയുടെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേക എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയ ചർച്ച് കമ്മിറ്റിയോടുള്ള പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കറിയാം, ഫ്രെഡി ജോയ് അച്ഛൻ ഒരു ഇടവകയുടെ ശുശ്രൂഷകനാണ്. അടുത്ത ശുശ്രൂഷ കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇടവകയിൽ അച്ഛൻ ചെല്ലാൻ പോകുന്ന സമയമായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛൻ അനുമോദന സന്ദേശത്തിനായിട്ട് നേരത്തെ എത്തിച്ചേർന്നു. അച്ഛൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും സൗഹൃദവും ഒക്കെ പരിചയപ്പെട്ട ദിവസം മുതൽ വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്കുള്ള അനുമോദന സന്ദേശം നൽകാനായിട്ട് പ്രിയമുള്ള ഫാദർ ഫ്രെഡി ജോയ് അച്ഛനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ക്ഷണിക്കുന്നു. എനിക്ക് ഇത്രയും സ്നേഹിച്ച വേദിയിലിരിക്കുന്ന മറ്റ് പ്രഗത്ഭരായ വ്യക്തികൾ, ഇന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങുവാനായി ഇടയായിരിക്കുന്ന കുഞ്ഞുമകളെ, മുതിർന്നവരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ടാണ് ഒരു CSI പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങിന് പങ്കെടുക്കുക. അങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള അച്ഛൻ പറഞ്ഞതുപോലെ 9 മണിക്ക് കരിച്ചൽ ഇടവകയിലെ ദ്വീപതി അർപ്പിക്കേണ്ട ഞാൻ 9 മണിയായിട്ടും ഇവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഏറെ അഭിമാനത്തോടും അതിലുപരി ഏറെ സന്തോഷത്തിനും കൂടിയാണ് ഇന്ന് ഇവിടെ ആയിരിക്കുക. ഓരോ വിദ്യാർത്ഥിയുടെയും കടമ എന്നുള്ളത് പഠിക്കുക, വളരുക, രക്ഷിതാക്കൾക്ക് അഭിമാനമായി തീരുക എന്നുള്ളതാണ്. മക്കളുടെ വിജയമാണ് ഒരു പരിധിവരെ മാതാപിതാക്കളിൽ ഏറ്റവും അധികം സന്തോഷവും ഏറ്റവും അധികം ആനന്ദവും നൽകുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ വലിയ വലിയ സ്കൂളുകളിൽ ചേർക്കുമ്പോഴും അവർ പ്രതീക്ഷയോടെയാണ് മക്കളെ കൈപിടിച്ച് ഉയർത്തുക. ഇന്ന് വിജയം കൈവരിക്കുക വളരെ എളുപ്പമാണ്. കാരണം എല്ലാം വിരൽത്തുമ്പിലെ ഒരു ബട്ടണിലെ എല്ലാ അറിവും നമുക്ക് നൽകപ്പെടുന്നതാണ്. എന്നാൽ എൻ്റെയും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ പഠനകാലത്ത് ഇത്രത്തോളം ടെക്നോളജികളൊന്നും വളർന്നിരുന്നില്ല. ഇത്രത്തോളം അറിവുകൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അധ്യാപകർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ വിദ്യാർത്ഥികൾ അവർ സ്വപ്നം കണ്ടതുപോലെ ഉയരങ്ങൾ സ്വന്തമാക്കുന്നതിനാണ്. വിദ്യ അഭ്യസിക്കുന്നവരുടെ അനുദിനം മൂല്യങ്ങൾ മുറുകെ പിടിക്കേണ്ടവരാണെന്ന കാര്യമാണ് ഗാന്ധിജി തന്നെ നമ്മോട് പറയുന്നത്. ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് അതൊരു സമഗ്ര വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഈ ചെറിയ സമൂഹം ഇന്ന് ഒത്തുവരുമ്പോഴും നമ്മുടെ ഈ മക്കളുടെ വിജയത്തിൽ അഭിമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ അവരുടെ കയ്യൊപ്പുകൾ ചരിത്രത്തിൽ സൃഷ്ടിക്കുന്നതിൽ നാം അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷവും നമ്മുടെ ഇടവകയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും തൊഴിൽ മേഖലകളുള്ളവരെയും അനുമോദിപ്പിക്കാറുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഈ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. മക്കളോട് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ മക്കളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ വിജയം മാതാപിതാക്കൾ സ്വപ്നം കാണുന്ന വിജയമായിരിക്കണം. ജീവിതയാത്രയിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് എന്തും ത്യജിക്കുവാൻ തയ്യാറാകുന്നവരായി നാമൊക്കെ മാറണം. ആഗ്രഹങ്ങൾ പരിശ്രമങ്ങൾ എത്തണമെങ്കിൽ അത് കഠിനമായി അധ്വാനിക്കാനും സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന മറ്റു മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, അടുത്ത വർഷം ഇതുപോലെ ഈ വേദിയിലായിരിക്കുവാൻ എനിക്കും കഴിയണമെന്ന വാശിയിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരൊക്കെ ഇന്ന്
എവിടെയാണ് എന്നതാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കുക. എല്ലാ A+ നേടിയവരൊക്കെ എവിടെയെങ്കിലും എത്തിയോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് 600-ൽ 218 മാർക്ക് നേടിയവരും ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് A+കളെല്ലാം നമ്മുടെ ഈ ജീവിതത്തെ വിലയിരുത്തുന്നത് നാം തിരിച്ചറിയണം. ഞാൻ സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ പലതും പറയാതെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നെ വെൽക്കം ചെയ്തപ്പോൾ സാറ് പറഞ്ഞതായിരുന്നു, ഒത്തിരി കഴിവുകളും ഒത്തിരി സ്വപ്നങ്ങളുമൊക്കെ നേടാനായി ഓടി നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ഓർമ്മയിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ടീച്ചേഴ്സുമാർ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയിലിരിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെസ്റ്റ് പേപ്പറിന് 25-ന് 3 മാർക്കാണ് കിട്ടിയത്. അന്ന് ക്ലാസ്സിലെ ഏറ്റവും അവസാന മാർക്ക് നേടിയ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എല്ലാ പതിവ് പോലെ ഒരു ദിവസം ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് പേപ്പറൊക്കെ തന്ന് ഇൻ്റർവെല്ലിന് മണിയടിച്ചു. ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും വെളിയിൽ പോയി. ഞാൻ പേപ്പർ വെച്ച് തല കുനിഞ്ഞ് ഡെസ്കിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ പതുക്കെ എൻ്റെ അരികിൽ വന്നിരുന്നു. ഇരുന്നിട്ട് എന്നോടൊരു വാക്കും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. തലയിൽ തലോടിക്കൊണ്ട് ടീച്ചർ എഴുന്നേറ്റ് പോയി. അന്ന് മാറിയ ജീവിതമാണ് എൻ്റെ. ഒരു തലോടിൽ മാറി മറിഞ്ഞ ജീവിതമാണ്. അന്ന് ഞാൻ തീരുമാനിച്ചത് ഒരു സബ്ജക്റ്റ് പഠിച്ചില്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചിരിക്കും എന്നാണ്. പിന്നീടുള്ള അടുത്ത മന്ത്ലി ടെസ്റ്റ് വരെ ഒരേ ഒരു സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് കെമിസ്ട്രിയാണ്. അടുത്ത ടെസ്റ്റ് പേപ്പറിൽ ക്ലാസ്സിൽ സെക്കൻഡായിട്ട് ഞാൻ ജയിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ ടീച്ചറിൻ്റെ തലോടൽ കാരണം ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, ഇന്ന് ഞാൻ 4 മാസ്റ്റർ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരു വൈദികനാണ്. 4 മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ PhD ചെയ്യേണ്ട പ്രോസസ്സിലാണ്. ഞാനിത് പറഞ്ഞു വെച്ചത്, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ടീച്ചറിൻ്റെ തലോടൽ മാറി മറിച്ച ഒരു വൈദികനായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഓർഡിനേഷൻ ഡേയുടെ അന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ ടീച്ചറിനെ ഞാൻ ഫ്രണ്ടിൽ വിളിച്ച് ഒരു റിങ് കയ്യിൽ ഇട്ടു കൊടുത്തു. ആ റിങ്ങിൽ ഇപ്രകാരം എഴുതിയത്, മൈ ബെസ്റ്റ് ടീച്ചർ എന്നെഴുതിയിട്ടാണ് ഞാൻ ആ റിങ് ടീച്ചറിന് ഇട്ടുകൊടുത്തത്. പിന്നീട് ആ ടീച്ചറിൻ്റെ ഒരു തലവോടൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ സ്വപ്നം കണ്ടതെല്ലാം കൈക്കുള്ളിൽ ആക്കി എന്നുള്ളതാണ്. എന്നെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഞാനൊരു നാഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. എവിടെ വെച്ചോ ജീവിതത്തിലെ സെമിനാരിയിൽ പോകണമെന്നൊരു മോഹം ഉദിച്ചു. അങ്ങനെ സെമിനാരിയിൽ ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ അതുവരെ തോൽവി എന്തെന്ന് അറിയാതെ കടന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ, ആ ടീച്ചർ തലോടിയ അന്ന് മുതൽ പിന്നീട് തോൽവി അറിയാതൊരു യാത്രയിലായിരുന്നു. വീണ്ടും ഒരു നാൾ തോറ്റത് സെമിനാരിയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച് തോറ്റ ദിവസം 3 ദിവസം ഫുഡ് കഴിച്ചില്ല എന്നുള്ളതാണ്. തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിലേക്ക് പോയി. ഇന്ന് എനിക്ക് സെമിനാറിൽ ഇരിക്കുമ്പോഴും ഞാൻ സ്വപ്നം കണ്ടതെല്ലാം എന്നെ തേടി എത്തി എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം സെമിനാരി പഠനകാലത്തിൽ പല പ്രൊഫഷണൽ ടീമുകൾക്കും കളിക്കാനും IPL ടീമിൽ വരെ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ക്ഷണം കിട്ടി. എന്നിട്ടും അത് വേണ്ട എന്ന് തീരുമാനിച്ച്
ഞാനിന്ന് ഈ പൗരോഹിത്യത്തിലായിരിക്കുമ്പോഴും ഞാൻ ഒത്തിരി സ്നേഹിച്ച് കടന്നു പോകുന്ന ഒരു മാർഗരീതിയാണ് ഈ പൗരോഹിത്യം എന്നുള്ളത്. കാരണം എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, ഞാൻ ചെറുതിലായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ KTC ക്ലാസ്സിൽ ഒരു ദിവസം മുങ്ങിയാൽ അന്ന് ഭക്ഷണം തരില്ല എന്നുള്ളത് വീട്ടിലെ റൂളാണ്. രാത്രി എത്ര മണിക്ക് അമ്മയേപ്പനും വെളിയിൽ പോയിട്ട് തിരികെ വന്നാലും ജോമാല പഠിക്കാതെ ഒരു ദിവസം പോലും ഞങ്ങളെ മക്കളെ ഉറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും അമ്മ പറയും, നീ മുട്ടിലിരുന്ന് അല്ലെങ്കിൽ തറയിലിരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, ജോമാല തീരുന്നത് വരെ അവിടെ ഇരിക്കണം എന്നതാണ് വീട്ടിലെ റൂള്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ 4 മക്കളും ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, ഞങ്ങളുടെ 4 മക്കളിൽ ഞാൻ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാവരും അവരവരുടെ മേഖലകളിൽ വലിയ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ശ്രമിച്ചത്, മക്കളെ, ഒന്നും അസാധ്യമല്ല. സ്വപ്നം കണ്ടാൽ അത് നേടുവാൻ പരിശ്രമിച്ചാൽ അത് ദൈവം നമുക്ക് നൽകും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം നിങ്ങളോട് പങ്കുവച്ചത്. ഇന്നും ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ടീച്ചറെ പോയി ഞാൻ കാണാറുണ്ട്, സമ്മാനം കൊടുക്കാറുണ്ട്. ടീച്ചർ തിരിച്ച് എൻ്റെ ഓർഡിനേഷൻ ഡേയുടെ അന്ന് എനിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചർ കരുതി വയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ഈ ഒരു അനുബോധന ചടങ്ങിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ലക്ഷ്യങ്ങൾ തേടി ഓടുക. ദൈവം കൂടെ എപ്പോഴും ഉണ്ടാകും. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓടുക. എന്നും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതൊക്കെ കൈക്കുള്ളിൽ ആക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഉത്സാഹവും നേടുവാനുള്ള ആഗ്രഹവും അത് നേടിയെടുക്കുവാനുള്ള കഠിന പ്രയത്നവും നമുക്കുണ്ടെങ്കിൽ എന്തും ഈ ലോകത്ത് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത്. ഇന്ന് ഈ വർഷത്തെ ഈ അനുമോദന സമ്മേളനത്തിൽ ഇവിടെ ആയിരിക്കണം ഉന്നത വിജയം നേടിയവരെയും ജോലിയിൽ പ്രവേശിച്ച എല്ലാവരെയും ദൈവം ഹൃദയപൂർവ്വം എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും എല്ലാവരുടെയും ഹൃദയപൂർവ്വം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇനിയും വരുന്ന നാളുകളിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അച്ഛൻ. അച്ഛൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഒരു അധ്യാപികയുടെ തലവിടലിലൂടെ തൻ്റെ ജീവിതം മാറ്റിമറിച്ചപ്പോൾ അത് ഒരിടത്തും നിർത്താതെ ധാരാളം വിദ്യാഭ്യാസത്തിൽ ധാരാളം പദവികൾ അല്ലെങ്കിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള ചുവട്ടുപടിയായി മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ പ്രിയ അച്ഛന് സാധിച്ചു. അച്ഛൻ്റെ അനുഭവവും സാക്ഷ്യവും ഒക്കെ നമുക്ക് പ്രചോദനമാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ സമീപത്തുള്ള ഈ പരിശുദ്ധ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ അച്ഛനെ ഞാൻ പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടുന്നത്. വളരെ സൗമ്യമായി വളരെ സൗഹൃദമായി ഇടപെടുന്നവരാണ്. ഇന്ന് സൗഹൃദം പറഞ്ഞിട്ടുള്ള അച്ഛനൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അച്ഛൻ നാഷണൽ ടീമിലൊക്കെ സെലക്ഷൻ ലഭിച്ച IPL സെലക്ഷൻ ലഭിച്ച ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത്രയും പ്രാധാന്യമുള്ള അത്രയും വളരെ മികച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രചോദനമായി നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. അച്ഛൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ക്രമീകരിച്ച് ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കുചേർന്നു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രചോദനം നൽകി പ്രിയ അച്ഛനോട് ഇടവകയുടെയും കമ്മിറ്റിയുടെയും ഇവിടെ ആയിരിക്കുന്ന അനുമോദകരായ എല്ലാവരുടെയും എല്ലാ സഭാജനങ്ങളുടെയും പേരുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും സഭയുടെ ഒരു ആദരവ് നൽകുകയും ചെയ്തു.
അനുമോദനാർഹരായവർ പ്രത്യേകം സന്തോഷം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ പോയി